ഈശോമിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പല തീർത്ഥാടനങ്ങളും നടത്തിയിട്ടുള്ളവരാണ് നാം. ചരിത്രപ്രസിദ്ധമായ ദേവാലയങ്ങളിലേക്ക് നാം നടത്തിയിട്ടുള്ള തീർത്ഥാടനങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് പോലും വിശുദ്ധിയുടെ സുഗന്ധമുണ്ട്. എന്താണ് തീർത്ഥാടനങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്? ഒരു ആത്മീയ ഉണർവ്, ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു ഇടയടുപ്പം, തീർത്ഥാടനത്തിൽ പോകുന്നവർ തമ്മിലുള്ള കൂടുതൽ സാഹോദര്യം, സൗഹൃദം, ഒരുമ ഇവയൊക്കെയാണ്. 2024 ഡിസംബർ 24 രാത്രി 7 മണിക്ക് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന കവാടം തുറന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ 2025 ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രത്യാശയുടെ തീർത്ഥാടകർ 2K25 എന്ന ജൂബിലി വർഷത്തിന് തിരശ്ശീല ഉയരുകയായിരുന്നു. എന്താണ് ജൂബിലി വർഷം? തിരുസഭയിൽ 1300 ആണ്ടോടുകൂടി ഓരോ 25 വർഷം കൂടുമ്പോഴും ജൂബിലി ആഘോഷിക്കാറുണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് 2000 ആണ്ടിൽ നാം മഹാജൂബിലി ആഘോഷിക്കുകയുണ്ടായിരുന്നു. ജൂബിലി ആഘോഷങ്ങൾക്ക്, ജൂബിലി വർഷത്തിന് യഹൂദ പാരമ്പര്യത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകത്തിൽ നാം കാണും 25-ാം അധ്യായത്തിൽ ജൂബിലി വർഷത്തെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 25-ാം അധ്യായം 10-ാം വാക്യം പറയും, 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം, ദേശവാസികൾക്കെല്ലാം അന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം, അന്ന് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ജൂബിലി അനുരഞ്ജനത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, കടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്നതിന്റെ ഒരു അവസരമാണ്. 2015-2016 നാം കരുണയുടെ വർഷം ഒരു അസാധാരണ ജൂബിലി വർഷമായി ആഘോഷിക്കുകയുണ്ടായി. അതെ, ഓരോ ജൂബിലി വർഷവും ദൈവത്തിന്റെ കാരുണ്യ പ്രവാഹത്തിന്റെ കൃപാവത്സരമാണ്. 2025 ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി, ജീവന്റെ വിലയെ ഉയർത്തി കാണിച്ചുകൊണ്ട് വധശിക്ഷ ഒഴിവാക്കണമെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. അതുപോലെ തന്നെ യുദ്ധങ്ങൾക്കും യുദ്ധസാമഗ്രികൾക്കും വേണ്ടി സ്വരുക്കൂട്ടുന്ന തുകയുടെ ഒരു ചെറിയ ശതമാനം ദരിദ്ര രാഷ്ട്രങ്ങളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ഒരു ആഗോള നിധി, ഒരു ഗ്ലോബൽ ഫണ്ട് രൂപീകരിക്കണമെന്നും പരിശുദ്ധ പിതാവ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര കടങ്ങൾ എഴുതിത്തള്ളുവാൻ അല്ലെങ്കിൽ അത് ഇളവ് ചെയ്തു കൊടുക്കുവാൻ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. എന്താണ് ജൂബിലി ലോഗോ? ജൂബിലി ലോഗോ 2025 പ്രത്യാശയുടെ വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ജൂബിലി ലോഗോയിൽ നാം കാണുന്നത് പച്ച, ചുമപ്പ്, മഞ്ഞ, നീല എന്നീ വർണ്ണങ്ങൾ അടഞ്ഞ ആളുകൾ കുരിശിനെ പുൽകുവാൻ ആഞ്ഞു നിൽക്കുന്നതാണ്. ഈ 4 വർണ്ണങ്ങളിലുള്ള ജനതകളെ സൂചിപ്പിക്കുന്നത് മനുഷ്യവർഗത്തെ മുഴുവനുമാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. കുരിശിനും ഒരു പ്രത്യേകതയുണ്ട്. കുരിശും ഈ മനുഷ്യവർഗത്തിലേക്ക് ഇവയെ ആശ്ലേഷിക്കുവാൻ എന്നവണ്ണം ചാഞ്ഞാണിരിക്കുന്നത്. അതിന്റെ അടിവശത്തിന് നങ്കൂരത്തിന്റെ ചിഹ്നമാണുള്ളത്. അതായത് പ്രത്യാശയിൽ നങ്കൂരമടിച്ച ഒരു ജനത, പ്രത്യാശയുടെ തീർത്ഥാടകർ. അതിനു താഴെ നാം തിരമാലകൾ കാണുന്നുണ്ട്. എന്ത് പ്രക്ഷുബ്ധാവസ്ഥയിലും, പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും, എന്ത് പ്രക്ഷുബ്ധ അവസ്ഥ നമ്മെ വലയം ചെയ്താലും അതിൽ നിന്നെല്ലാം പ്രത്യാശയുടെ തീരത്ത് നാം അണയും എന്നാണ് ഈ ലോഗോ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ജൂബിലി വർഷം നമുക്ക് കാരുണ്യത്തിന്റെ, ഉപവിപ്രവൃത്തിയുടെ, അനുരഞ്ജനത്തിന്റെ കൃപാവത്സരമാകട്ടെ. ഈ ജൂബിലി വർഷം നമുക്ക് കുദാശകൾ സ്വീകരിച്ചുകൊണ്ടും കാരുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടും തീർത്ഥാടനങ്ങൾ നടത്തിക്കൊണ്ടും തിരുസഭ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കുവാനായി പരിശ്രമിക്കാം. പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ നമുക്ക് നേരെ ഉയർന്നു വന്നാലും അവയെല്ലാം മല പോലെ ഉയർന്നു നിൽക്കുമ്പോൾ അവയെ മഞ്ഞുപോലെ ഉരുക്കിക്കളയുവാൻ കഴിയുള്ള കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് മുന്നേറാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നതാണല്ലോ ഈ ജൂബിലി വർഷത്തിന്റെ ആപ്തവാക്യവും. പ്രത്യാശയുടെ തീർത്ഥാടകരായ നിങ്ങൾക്കേവർക്കും നേരുന്നു ശുഭയാത്ര. നന്ദി.